നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമ്പലപ്പറമ്പുകളിൽ കൊടിതോരണങ്ങൾ കെട്ടിയും ക്ഷേത്രോത്സവങ്ങൾ നടക്കുമ്പോൾ വേദിയിൽ കയറി വിപ്ലവ ഗാനങ്ങൾ പാടിക്കുന്നതുമൊക്കെ ഇപ്പോൾ CPMകാർ ഒരു സ്ഥിരം പരിപാടിയാക്കി മാറ്റിയിരിക്കുകയാണ്. വിശ്വാസമില്ല, അമ്പലങ്ങളില്ല, എല്ലാം മിത്താണ് എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ ക്ഷേത്രോത്സവങ്ങളിൽ അങ്ങ് സജീവമാകുകയാണ്. എന്നാൽ അതിര് വിട്ടുപോകുന്ന ചില നടപടികളാണ് ഈ കമ്മികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കണ്ണൂരിൽ ഒരു അമ്പലത്തിൽ നടന്ന പരിപാടിയിൽ കയറി ചെന്ന് കമ്മികൾ ഉയർത്തിക്കാട്ടിയ പ്ലക്കാർഡും അതുപോലെ തന്നെ ചിത്രങ്ങളും കൊലയാളികളുടേത്. അതിര് വിട്ടുപോകുകയാണ് ഇവരുടെ നടപടികൾ. കണ്ണൂർ പറമ്പയിൽ ക്ഷേത്രോത്സവത്തിനിടെ കൊലക്കേസ് പ്രതികളായ CPM പ്രവർത്തകരുടെ ചിത്രങ്ങളുമായാണ് CPMകാർ ആഘോഷത്തിനെത്തിയത്. കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലശ ഘോഷയാത്രയിലാണ് മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമുള്ള കൊടികൾ ഉപയോഗിച്ചത്. ഇത് വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. സംഭവം കയറി കത്തിയിട്ടുണ്ട്. CPMന് ഹൈക്കോടതിയിൽ നിന്ന് കരണം പുകയുന്ന അടി കിട്ടാൻ സാധ്യതകളേറെയാണ്. അമ്പലപ്പറമ്പുകളിലും ക്ഷേത്രോത്സവങ്ങൾ നടക്കുമ്പോഴും അവിടെ കൊണ്ടുപോയി ഒരു രാഷ്ട്രീയക്കാരുടെയും കൊടിതോരണങ്ങൾ കെട്ടരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുള്ളതാണ്. അതിനെയും മറികടന്നാണ് ഈ തോന്നിവാസങ്ങൾ CPMകാർ കാണിക്കുന്നത്. പറമ്പായി കുട്ടിച്ചാത്തൻ മഠം ഉത്സവത്തിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം രാത്രി കലശ ഘോഷയാത്ര നടന്നത്. കലശം വരവിന്റെ ഭാഗമായി DJ ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് കൊലക്കേസ് പ്രതികളുടെ ചിത്രങ്ങളടങ്ങിയ കൊടികൾ കമ്മികൾ ഉപയോഗിച്ചത്. സൂരജ് വധക്കേസിലെ മുഴുവൻ പ്രതികളുടെയും ചിത്രങ്ങൾ കൊടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. കൊടി ഉപയോഗിച്ച് ഡാൻസ് കളിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് CPMന് വലിയ വിമർശനത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ക്ഷേത്രോത്സവങ്ങൾ അലങ്കോലപ്പെടുത്താനാണോ ഇത്തരത്തിൽ CPMകാർ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇതുമാത്രമല്ല, കൊലയാളികളെ തങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് കാണിക്കുക കൂടിയല്ലേ ഈ CPMകാർ ചെയ്യുന്നത്. പ്രതികളെ പൂർണ്ണമായും CPM പിന്തുണയ്ക്കുകയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതിനിടെയാണ് അണികളുടെ വക ക്ഷേത്രത്തിൽ കയറി പിന്തുണ അറിയിക്കലും. നേരത്തെ കടക്കൽ ക്ഷേത്രത്തിൽ അലോഷിയുടെ ഗാനമേള നടത്തിയതും വിവാദമായിരുന്നല്ലോ. പുഷ്പനെ അറിയാമോ എന്ന ഗാനം പാടിയതും വൻ വിവാദത്തിനാണ് വഴിവെച്ചത്. ഈ ഗാനമേളയിൽ DYFIയുടെ പതാക ലൈറ്റിംഗ് അടക്കം പ്രദർശിപ്പിച്ചതാണ് വിവാദമായത്. സൂരജ് വധക്കേസിൽ 8 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. 2 മുതൽ 9 വരെ പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 11ാം പ്രതിക്ക് 3 വർഷ കഠിന തടവും വിധിച്ചു. കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് ഉണ്ടായിരുന്നു. TP കേസ് പ്രതി TK രജീഷ് എന്നിവർ ഉൾപ്പെടെ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 5 പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റവും 4 പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവുമാണ് തെളിഞ്ഞത്. നേരത്തെ ശിക്ഷ വിധിച്ച ശേഷം കണ്ണൂർ സെൻട്രൽ ജയിൽ കവാടത്തിലും നേതാക്കളും പ്രവർത്തകരും അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഈ കൊലയാളികളെയെല്ലാം ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ് എന്ന് CPM പൊതുമധ്യത്തിൽ കാണിച്ചു തരികയായിരുന്നു. നേതാക്കളോടൊപ്പം ജയിൽ ക്യാൻറ്റീനിൽ നിന്ന് ചായയും പലഹാരവും കഴിച്ച ശേഷമാണ് പ്രതികൾ ജയിലിനുള്ളിലേക്ക് പോയത്. പോലീസ് വാഹനത്തിൽ നേരിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ഇവരെ നേതാക്കളുടെ ആവശ്യപ്രകാരം ക്യാൻറ്റീനിലെത്തിക്കുകയായിരുന്നു. ചായ കഴിച്ച ശേഷം തിരിച്ചെത്തുമ്പോഴേക്കും ജയിൽ കവാടത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി. ധീരന്മാരാം പോരാളികളെ, കണ്ണൂരിൻ്റെ പോരാളികളെ, നിങ്ങൾക്ക്1000 അഭിവാദ്യങ്ങൾ, ചോരപ്പൂകൊണ്ട് അഭിവാദ്യങ്ങൾ. ഈ മുദ്രാവാക്യം മുഴക്കിയാണ് തലശ്ശേരി കോടതി വളപ്പിൽ നിന്ന് ഇവരെ ജയിലിലേക്ക് ആനയിച്ചു കൊണ്ടുപോയത്. എല്ലാവരും നിരപരാധികളാണെന്നും കള്ളക്കേസാണ് ചുമത്തിയത് എന്നാണ് CPM ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും ഇവരെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞതും വലിയ വിവാദത്തിനാണ് വഴിവെച്ചത്. ജില്ലാ കമ്മിറ്റി അംഗം കാരായി രാജൻ, ഏരിയ സെക്രട്ടറിമാരായ CK രമേശൻ, MK മുരളി, K ശശിധരൻ തുടങ്ങിയ വിവിധ നേതാക്കൾ ശിക്ഷാവിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് പരോളിലിറങ്ങിയ മുഹമ്മദ് ഷാഫി ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതികളായവരും ശിക്ഷിക്കപ്പെട്ടവരും കോടതി പരിസരത്തെത്തിയിരുന്നു. ശിക്ഷിക്കപ്പെട്ടവരോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിലും CPM അനുകൂലികൾ ഇവർ ഞങ്ങളുടെ ഹീറോകൾ എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. സൂരജ് വധക്കേസിൽ ഈ CPMകാർ കുറ്റക്കാരാണ് എന്ന്
കോടതി വിധിച്ചതിന് തൊട്ട് പിന്നാലെയാണ് അപ്പീൽ നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ആവർത്തിച്ചത്. ഹൈക്കോടതിയെ സമീപിക്കുമെന്നായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ജയരാജൻ വ്യക്തമാക്കിയത്. ശിക്ഷിക്കപ്പെട്ടവർ കുറ്റവാളികളാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കോടതി തെളിവുകളും വസ്തുതകളും നോക്കിയിട്ടായിരിക്കും ഇപ്പോൾ ശിക്ഷ വിധിച്ചത്. ശിക്ഷിക്കപ്പെട്ട നിരപരാധികളെ രക്ഷിക്കാനും അവരുടെ നിരപരാധിത്വം തെളിയിക്കാനും പരിശ്രമിക്കും. ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെയാണ് തെറ്റായി കേസിൽപ്പെടുത്തിയത്. ഏരിയ സെക്രട്ടറി ആയിരുന്ന TP രവീന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ലോക്കൽ സെക്രട്ടറിയും മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന V പ്രഭാകരനും സർവരും അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവരൊക്കെ ആളെ കൊന്നുവെന്ന് പറഞ്ഞാൽ ജനം അംഗീകരിക്കില്ല എന്നായിരുന്നു ജയരാജന്റെ അന്നത്തെ മോങ്ങൽ. എന്നാൽ കോടതി എന്താ പൊട്ടൻ കളിക്കാൻ ഇരിക്കുകയാണോ? തെളിവുകൾ കിട്ടാതെയാണോ ഇവർ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചത് എന്ന് CPMന് നേരെ ചോദ്യമുയർന്നിരുന്നു. അല്ലെങ്കിലും ഈ കൊലയാളികളെയെല്ലാം സംരക്ഷിക്കുന്നത് നിങ്ങളുടെ രീതിയാണല്ലോ. CPM എത്രയോ കാലമായി പിന്തുടരുന്ന രീതിയാണ് ഇത്. കൊടിസുനിയെ വരെ സംരക്ഷിക്കുന്ന കൂട്ടരാണ് നിങ്ങൾ. അപ്പോൾ ഇവരെയും സംരക്ഷിക്കില്ല എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ല കേരളത്തിലുള്ളവർ. പിന്നെ സൂരജിനെ കൊല്ലുമെന്ന് സോഷ്യൽ മീഡിയയിൽ പച്ചയ്ക്ക് പോസ്റ്റ് ഇട്ടത് ആരാണ്? മനോരാജാണ്. നിങ്ങൾ ചിറകിനടിയിൽ സംരക്ഷിക്കുന്ന ആളാണ് ഇയാൾ. ഈ കൊലയാളികൾക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ അമ്പലപ്പറമ്പിൽ പോലും ഉത്സവം നടക്കുമ്പോൾ CPMകാർ ചിത്രങ്ങളുമായി വന്ന് പ്രഖ്യാപിച്ചത് ഇവർ ഞങ്ങളുടെ ഹീറോകളാണ് എന്ന്. അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ കൊലയാളികളുടെ ചിത്രവുമായി വന്ന CPMകാർ എന്ത് തരം മാതൃകയാണ് സമൂഹത്തിന് കാണിച്ചു തരുന്നത് എന്ന ചോദ്യം ശക്തമായിട്ടുണ്ട്. കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതും അതുപോലെ തന്നെ കൊടിതോരണങ്ങൾ കൊണ്ട് അമ്പലപ്പറമ്പിൽ കെട്ടിയതിലുമെല്ലാം കടുത്ത ഭാഷയിലാണ് ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ണൂരിലെ ക്ഷേത്രത്തിൽ കൊലയാളികളുടെ ചിത്രങ്ങളുമായി CPMകാർ എത്തിയത്. കൊലയാളികളുടെ ചിത്രങ്ങളുമായി CPMകാർ ക്ഷേത്രത്തിൽ എത്തിയതിൽ വിമർശനം ശക്തമാകുമ്പോൾ സൈബർ ഡവും കത്തുകയാണ്. എന്നാൽ ഇതിനിപ്പോൾ CPM വെട്ടുകിളിക്കൂട്ടം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട്. അമ്പലപ്പറമ്പുകളിൽ RSSകാർ കാവി നിക്കറുമിട്ട് കുറുവടിയും കൊണ്ട് പ്രകടനം നടത്തുന്നതിനെക്കുറിച്ചും നിങ്ങൾക്കൊന്നും സംസാരിക്കാനില്ലേ? അതിനെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും പറയാനില്ലേ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അമ്പലപ്പറമ്പുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും തോന്നിവാസം കാണിക്കാനുള്ളതല്ല. നിങ്ങൾ ഓർക്കണം, മുൻപ് കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയതിൽ വലിയ വിവാദം ഉയർന്നപ്പോൾ PP ദിവ്യ ഒരു കുറിപ്പിട്ടിരുന്നു. അന്നവർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: അമ്പലപ്പറമ്പുകളിലും ക്ഷേത്ര കാവുകളിലുമൊക്കെയാണ് വിപ്ലവഗാനങ്ങൾ, വിപ്ലവ നാടകങ്ങളും ഒക്കെ ഉയർന്നിട്ടുള്ളത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം കളിച്ചത് അമ്പലപ്പറമ്പുകളിലാണ്. അതുപോലെ തന്നെ വിപ്ലവ ഗാനങ്ങൾ മുഴങ്ങിയതും അമ്പലപ്പറമ്പുകളിലാണ് എന്നൊക്കെ PP ദിവ്യ വലിയ രീതിയിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. നിങ്ങളൊരു കാര്യം ഓർക്കുക, അന്നത്തെ കാലമല്ല ഇത്. ഒരുപാട് മാറ്റങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പണ്ട് വിപ്ലവഗാനങ്ങളും നാടകങ്ങളും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളൊക്കെ അമ്പലപ്പറമ്പുകളിൽ കളിച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ കണ്ടിട്ടുള്ള മനുഷ്യന്മാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇന്നിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിനും വന്നിട്ടുണ്ട്. ഒരു ചെറിയ തീപ്പൊരി ഉണ്ടായാൽ അതൊരു വലിയ കലാപമാകുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെട്ട അവരുടെ പാർട്ടിയിലെ കുറച്ചാളുകൾ അമ്പലപ്പറമ്പുകളിൽ കയറി ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ നടത്തുന്നത്. ഈ കൊലയാളികളുടെ ചിത്രങ്ങളുമായി അമ്പലപ്പറമ്പുകളിൽ എത്തുന്ന CPMകാർ ശരിയാണ്, എന്ത് മാതൃകയാണ് ഈ സമൂഹത്തിന് കാണിച്ചു തരുന്നത്? നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഈ കൊലയാളികളെ ഞങ്ങൾ രക്ഷിക്കുമെന്ന്. അധികാരത്തിൻ്റെ ഹുങ്കിലാണ് നിങ്ങൾ ഇതൊക്കെ കാണിക്കുന്നത്. പിന്നെ RSSകാരുടെ തോന്നിവാസവും അമ്പലപ്പറമ്പുകളിൽ അല്ലെങ്കിൽ അമ്പല നടകളിൽ കാണിക്കാനുള്ളതല്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ല അമ്പലപ്പറമ്പുകൾ. കാരണം വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. എല്ലാവരുടെയും വിശ്വാസം അത് മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. RSSകാർക്ക് ആയുധം കൊണ്ട് തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ല. അതിനെതിരെയും ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകണം. ഹൈക്കോടതി ഈ വിഷയത്തിലൊക്കെ ഇടപെടണം എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കടക്കൽ ക്ഷേത്രത്തിൽ CPMകാർ കാണിച്ചത് തനി തോന്നിവാസം തന്നെയാണ്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയായിരുന്നു ഈ വിപ്ലവഗാനം അലോഷി ആലപിച്ചത്.
അപ്പോൾ തൊട്ടു പിന്നിലെ സ്ക്രീനിൽ CPM-ൻ്റെയും DYFIയുടെയും കൊടികളുടെ ദൃശ്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു. ദേവസ്വം ബോർഡ് വിജിലൻസ് ഇതിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഒരു പാർട്ടിയുടെയും ചിഹ്നങ്ങളോ കൊടിയോ ഒന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഹൈക്കോടതി വിധിയുണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഇതുപോലെ അമ്പലപ്പറമ്പുകളിൽ തോന്നിവാസം കാണിക്കാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിയോ പരിപാടിയോ ദേവസ്വങ്ങളിൽ പാടില്ല എന്ന് സർക്കാരിൻ്റെയും കോടതിയുടെയും നിലപാടുണ്ട്. എന്നിട്ടാണ് സർക്കാരിൻ്റെ തന്നെ കുറച്ചാൾക്കാർ CPM-കാർ കയറി ഇതൊക്കെ കാണിക്കുന്നത്. കടക്കൽ ക്ഷേത്രത്തിൽ CPM-കാർ തനി ഗുണ്ടായിസമാണ് കാണിച്ചത് എന്ന് അന്നേ ആരോപണം ഉയർന്നതാണ്. അതിനൊരു കാരണവുമുണ്ട്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ സമാപനം ഇതേ ക്ഷേത്രത്തിൻ്റെ അമ്പലപ്പറമ്പിലാണ് നടത്താനിരുന്നത്. എന്നാൽ കോൺഗ്രസും BJP-യും ഒക്കെ ഇടപെട്ട് അവിടെ നിന്ന് ഇത് മാറ്റണം, ഒരു അമ്പലപ്പറമ്പിലല്ല ഇത് കാണിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ പേരിൽ അന്ന് വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ ഉയർന്നു. പിന്നീട് കോൺഗ്രസ്സുകാർ ഹൈക്കോടതിയിൽ പോയി ഈ പരിപാടി അവിടെ നടത്താൻ സമ്മതിക്കരുത് എന്ന് ഉത്തരവ് വാങ്ങിയെടുക്കുകയായിരുന്നു. അവിടെ നിന്ന് പിണറായി വിജയൻ്റെ നവകേരള സദസ്സ് പൊളിച്ചുകൊണ്ടു പോകുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. അതിൻ്റെ ചുരുക്കാണ് ഇതേ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ CPM-കാർ കാണിച്ചതെന്ന് ആരോപണം അന്നേ ശക്തമായതാണ്. എന്തായാലും ക്ഷേത്രോത്സവങ്ങളിലൊക്കെ കയറി വലിയ രീതിയിൽ തലകടത്തുന്ന ഒരു സമീപനമാണിപ്പോൾ CPM-കാർ സ്വീകരിക്കുന്നത്. വിശ്വാസം മിത്താണ് എന്ന് പറയുന്ന കൂട്ടരാണ് ഇതൊക്കെ കാണിക്കുന്നത്. പക്ഷേ പ്രകോപനപരമായ രീതിയിലേക്കാണ് CPM-കാർ ഈ ക്ഷേത്രോത്സവങ്ങൾ നടക്കുന്നിടത്ത് ഓരോ നടപടികൾ സ്വീകരിക്കുന്നത്. ഇതിനെ ശക്തമായ രീതിയിൽ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.